ബാർ കോഴ വിവാദത്തിൽ കെ.എം. മാണിക്കെതിരെ കോടതിയെ സമീപിക്കാൻ LDF തീരുമാനം. എന്നാൽ ഏത് ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന കാര്യത്തിൽ യോഗത്തിൽ ധാരണയായില്ല. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും യോഗം തീരുമാനിച്ചു. ബാർക്കോഴ വിവാദത്തിൽ കെ.എം. മാണിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാകും ഇടതുമുന്നണി ഹൈക്കോടതിയെ സമീപിക്കുക. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് LDF കൺവീനർ തന്നെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണോ ജുഡീഷ്യൽ അന്വേഷണമാണോ ആവശ്യപ്പെടുക എന്ന ചോദ്യത്തിന് വൈക്കം വിശ്വന്റെ മറുപടി ഇങ്ങനെ: അത് രണ്ടുമല്ല ഇപ്പൊ പറഞ്ഞത്, എന്നാൽ ആ രണ്ടെണ്ണത്തിന്റെയും ഉള്ളടക്കം ഇതിനകത്തുണ്ട്. കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും ഇടതുമുന്നണി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തും. ഇതുവരെ FIR എടുത്തിട്ടില്ല. ആ FIR എടുക്കാതെ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർ സമര പരിപാടികൾ ഡിസംബർ 1-ന് ചേരുന്ന LDF യോഗം ചർച്ച ചെയ്യും. നികുതി നിഷേധ സമരം തുടരാനും LDF യോഗം തീരുമാനിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.